ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട മറിയയുടെ ഒരു കഥ കേട്ടിരുന്നു. ആ കഥയുടെ തുടർച്ചയായിട്ടുള്ള കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന കഥയിൽ നമ്മൾ അന്ന് പറഞ്ഞത് മറിയയ്ക്ക് കല്യാണം നിശ്ചയിച്ചിരുന്നു ആരായിട്ട്? യോസെഫായിട്ട്. കല്യാണം കഴിയുന്നതിന് മുന്നേ മറിയ ഗർഭിണിയായി എന്നുള്ള വിവരം യോസേഫ് എങ്ങനെയോ അറിഞ്ഞു. ഓക്കെ, മറിയയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യം യോസെഫ് എങ്ങനെ അറിഞ്ഞു? അപ്പോൾ യോസെഫിന് ഇത് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. യോസെഫ് നല്ലൊരു മനുഷ്യനായിരുന്നു. യോസെഫ് ആരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനോ പ്രയാസം ഉണ്ടാക്കാനോ ഒന്നും പോവാണ്ട് നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു യോസെഫ്. അതായത് നേരോടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നേരോടെ ചെയ്യും. ഒരു തെറ്റോ കുറ്റങ്ങളോ ഒന്നും വരുത്താതെ എല്ലാം കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ഈ നമ്മുടെ യോസെഫ്. അപ്പോൾ യോസെഫ് ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യോസെഫിന് അത് അത്രയങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, യോസെഫ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മറിയനെ തൻ്റെ ഭാര്യയായിട്ട് കല്യാണം കഴിച്ച് സ്വീകരിക്കാൻ യോസെഫിന് ഇഷ്ടമുണ്ടായില്ല. യോസെഫ് എന്നാ വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയനെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കാം, മറിയനെ കല്യാണം കഴിക്കാണ്ട് ഉപേക്ഷിക്കാം. അവനത് ഉപേക്ഷിക്കുക എന്നുള്ളത് മറ്റുള്ള ആൾക്കാർ അറിയാണ്ട് ചെയ്യണം. കാരണം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മറിയനെ എല്ലാവരും കളിയാക്കും, അത് മറിയയ്ക്ക് ദോഷം ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ യോസെഫ് ഇരുന്നു. അത് കഴിഞ്ഞ് യോസെഫ് കിടന്നുറങ്ങുന്ന സമയത്ത്, അപ്പോൾ മക്കളെല്ലാം സാധാരണ നമ്മളെല്ലാം കിടന്നുറങ്ങുമല്ലോ, അങ്ങനെ യോസെഫ് ഒരിക്കൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് സ്വപ്നത്തിൽ ദൂതൻ വന്ന് യോസെഫിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? സ്വപ്നത്തിൽ. അപ്പോൾ മക്കൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാറുണ്ടോ? അങ്ങനെ സ്വപ്നം കാണുന്ന സമയത്ത് ഇതേപോലെയുള്ള ദൂതന്മാരൊക്കെ വന്ന് പ്രത്യക്ഷപ്പെടാറുണ്ടോ? ഒരിക്കൽ ചിലപ്പോൾ മക്കൾ പറയും അപ്പേനെ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ അമ്മേനെ സ്വപ്നം കണ്ടു, അപ്പയുടെ അമ്മയുടെ കൂടെ എവിടെയെങ്കിലും പോയി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും അല്ലേ. ഇവിടെ യോസെഫിൻ്റെ അടുത്ത് ഉറക്കത്തിൽ സ്വപ്നത്തിൽ ദൂതൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ദൂതൻ വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യോസെഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ഭാര്യയായിട്ടുള്ള മറിയനെ നീ ഉപേക്ഷിക്കരുത്. അവളുടെ വയറ്റിലുണ്ടായിരിക്കുന്ന ആ കുഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നീ അവളെ ഉപേക്ഷിക്കരുത്. അവൾ ആ മകനെ പ്രസവിക്കും, അവൻ ഈ ഭൂമിയുടെ രക്ഷകനായിട്ട് മാറും എന്നുള്ള നിലയിൽ പറഞ്ഞു. അതായത് ആ ഉണ്ടാകുന്ന കുഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങളിൽ നിന്ന് മോചനം കൊടുക്കാനുള്ള ആളാണ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ ശക്തിയുള്ള ഒരു കുഞ്ഞാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് ഈ ദൂതൻ ആരുടെ അടുത്ത്? യോസെഫിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ് യോസെഫിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യോസെഫ് ഉറക്കം ഉണർന്നു കഴിഞ്ഞിട്ട് ഈ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ആ ദൂതൻ പറഞ്ഞത് യോസെഫ് അനുസരിക്കുന്ന രംഗമാണ് പിന്നീട് കാണുന്നത്. യോസെഫ് ഈ മറിയനെ ചേർത്ത് പിടിച്ചു. അവളുമായിട്ട് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കാണ്ട് അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ യോസെഫ് കെയർ ചെയ്തു. യോസെഫിന് വേണമെങ്കിൽ ദൂതൻ പറഞ്ഞത് അനുസരിക്കാണ്ടിരിക്കാമായിരുന്നു, പക്ഷേ യോസെഫ് അത് ചെയ്തില്ല. യോസെഫ് ദൂതനെ അനുസരിച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, യോസെഫ് ദൂതനെ അനുസരിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? മറിയനെ അവിടെ തള്ളിക്കളയും, പല കാര്യങ്ങളും മറിയ അനുഭവിക്കേണ്ട വരും, ആൾക്കാരെല്ലാം മറിയനെ കളിയാക്കും, അങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാവും. പക്ഷേ ദൂതൻ പറഞ്ഞത് യോസെഫ് അതേ രീതിക്ക് അനുസരിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ലോകത്തിന് ഒരു രക്ഷകൻ ഉണ്ടായി. അപ്പോൾ ദൈവം ആഗ്രഹിച്ചത് പ്രകാരം യോസെഫ് കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. യോസെഫ് നീതിമാനായിട്ടാണ് യോസെഫിനെ അറിയപ്പെടുന്നത്. യോസെഫ് നീതിമാനായിട്ട് അറിയപ്പെടാനുള്ള കാരണം അവൻ ദൈവത്തിൻ്റെ മുന്നിൽ തെറ്റുകളൊന്നുമില്ലാണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഈ യോസെഫിനെ അറിയപ്പെടുന്നത്. അപ്പോൾ മക്കളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ എങ്ങനെയാണ്? ദൈവസന്നിധിയിൽ തെറ്റുകളോടെയാണോ നിൽക്കുന്നത്? ആരെങ്കിലും ഉപദ്രവിക്കാറുണ്ടോ? ആരെങ്കിലും കളിയാക്കാറുണ്ടോ? അതുപോലെ തന്നെ കള്ളം പറയാറുണ്ടോ? വഞ്ചിക്കാറുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ നീതിമാന്മാരായിട്ട് മക്കൾ വളരണം. യോസെഫിനെ പോലെ നല്ല മക്കളായിട്ട് ദൈവം പറയുന്നത് അനുസരിച്ച് വളരണം. അപ്പോൾ ദൈവം ദൂതനിലൂടെ ഉറക്കത്തിൽ യോസെഫിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മറിയയ്ക്ക് അതിനു മുന്നേ ദൂതൻ വന്ന് പ്രത്യക്ഷപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങൾ ദൈവം ചെയ്യണമെങ്കിൽ ആ ഉണ്ടാവുന്ന കുഞ്ഞ് എത്ര വലിയതായിരിക്കും അല്ലേ?
മക്കളുടെ വീട്ടിൽ മക്കളുടെ അനിയനോ അനിയത്തിയോ ഉണ്ടാവുമ്പോൾ മക്കളുടെ പേരൻസ് അപ്പയും അമ്മയും എത്രമാത്രം കെയർ ചെയ്തിട്ടുണ്ടെന്ന് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ദൈവം ദൂതനെ വിട്ട് യോസേഫിൻ്റെ അടുത്തും മറിയയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഇത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആരായിരിക്കും ആ കുഞ്ഞ്? ആ കുഞ്ഞിന് ഇത്രമാത്രം പവർ എന്താണ്? മക്കൾ അത് ചിന്തിച്ചോ? അപ്പോൾ ആ കുഞ്ഞിനെ ദൂതൻ പറഞ്ഞിരിക്കുന്നത് ഈ മറിയയുടെ അടുത്താണെങ്കിലും യോസെഫിൻ്റെ അടുത്താണെങ്കിലും പറഞ്ഞത് വലിയ ഈ ഭൂമിയിലെ രക്ഷകനായിട്ട് മാറുന്ന ഒരു കുഞ്ഞ് എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. സേവ്യർ എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലെ സകല ജനത്തിൻ്റെയും പാപത്തിൽ നിന്ന് മോചിക്കാനുള്ള ഒരു കുഞ്ഞാണ് ഉണ്ടാവാൻ പോകുന്നത്. ആ കുഞ്ഞ് ആരാണ് എന്നുള്ളതാണ് ഇനി അടുത്ത ദിവസം പറയാൻ പോകുന്ന കഥ. അപ്പോൾ കഥയുടെ തുടർച്ചയായിട്ട് തന്നെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ തുടർച്ചയായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്ത് അത്ര പ്രശസ്തമായ ഒരു കഥയാണ്. അനേക ജനങ്ങൾ വിശ്വസിക്കുന്നതും ആയിട്ടുള്ള കഥയാണ്. അതോടൊപ്പം തന്നെ ചിലവർക്ക് ഈ കഥ കറക്റ്റല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കൾ ഈ കഥ കേൾക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കഥ പറയുന്നത്. അപ്പോൾ ഈ കഥ ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ഈ കഥയ്ക്ക് ഇത് പറഞ്ഞു. മാതാവിൻ്റെ അടുത്ത് ഈ കുഞ്ഞിൻ്റെ മാതാവിൻ്റെ അടുത്ത് ദൂതൻ വന്ന് പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം പിന്നീട് ഒരു ദിവസം പിതാവായ യോസെഫിൻ്റെ അടുത്ത് വന്നും കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ കേട്ടത്. ഇവർ രണ്ടുപേരും കൂടെയും ചേർന്നിട്ട് ഇനി എന്താണ് സംഭവിച്ചത്? കുഞ്ഞുണ്ടായോ? ഉണ്ടായ കുഞ്ഞിന് എവിടെ വെച്ചാണ് ആ കുഞ്ഞുണ്ടായത്? എന്താണ് ആ കുഞ്ഞിന് വെച്ച പേര്? ആ കുഞ്ഞിന് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു? അതാണ് ഇനി നമ്മൾ അടുത്ത ദിവസം നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കഥയിൽ നിന്ന് മക്കൾ എന്താ പഠിച്ചത്? ഈ ലോകത്തിന് ഒരു രക്ഷിതാവ് ഉണ്ടാവാൻ പോവുകയാണ്. അപ്പോൾ ആ രക്ഷിതാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യോസേഫിനെയും മറിയനെയും ദൈവം പ്രിപ്പയർ ചെയ്യുവാണ്. അതാണ് ഇന്ന് നമ്മൾ കേട്ട കഥ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് യോസേഫിനെ പോലെ നീതിമാനായിട്ട് മക്കൾ ജീവിക്കണം, ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. അതാണ് കഥ. കഥ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത കഥയായിട്ട് വീണ്ടും ഒരു ദിവസം വരാം. സോ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.